ആണ്ടവരുടെ നാമം മയപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് ഒരു ദിവസം കൂടെ തന്നിരിക്കുക. ആണ്ടവരെ നമുക്ക് ഇന്ന് ആണ്ടവർ നമ്മളോട് ഇന്ന് പേശുന്ന നമുക്ക് പാക്കലാം. നമുക്ക് നമ്മളെ എപ്പിസോഡ് 58 നമ്മൾ പോവുകയാണ്. എപ്പിസോഡ് 58 ആണ്ടവർ എന്നാ നിങ്ങളോട് പേശണം എന്ന് നമുക്ക് ഇങ്ങനെ നമുക്ക് പാക്കലാം. നമ്മൾ പാക്കുമ്പോൾ നമുക്ക് എന്നാ പൊടിയും. അത് നമ്മൾ എഫെസ്യ ലേഖനം 6:7 വാക്യം, എഫെസ്യ ലേഖനം 6:7 താൻ നമ്മൾ വാസിക്കാൻ പോകുന്നത്. എഫീഷ്യൻസ് 6:7. നേരത്തെ നമ്മൾ കേട്ടാച്ചേ നമുക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാൽ അല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവയിഷ്ടം അനുസരിച്ച് ചെയ്യണം. അതായത് നീ മനുഷ്യനെ വേല പണ്ണുമ്പോൾ, അവൻ പാക്കുമ്പോൾ നീ നല്ല മകനായിട്ട് നല്ല വേല പണ്ണുന്ന മാതിരി അല്ല, നീ ആണ്ടവർക്ക് ചെയ്യുന്ന പോലെ ആണ്ടവർക്ക് ചെയ്യുന്നതെന്ന് ചൊല്ലിയാൽ എന്നത് ആണ്ടവർ എപ്പോഴുമേ പാക്കുന്നത്. ஆண்டோர் நின்னை எப்பொழுதுமே பார்க்கும்போது നിനക്ക് எப்படி ചെയ്യാൻ പറ്റും? ഇത് சரிதான். மனிதர் அவரை எஜமான் என்ன பற்றி அவன் வந்து பார்த்து போய் அது கேட்டு நமக்கு என்ன வேணுங்க பண்ணிடாம். ஆனால் நீ எங்கே சொல்லுறது, நீ ஆண்டோருக்கு ചെയ്യുന്ന മാതിരി, അതായത് ആണ്ടോർ നിന്നെ എപ്പോഴുമേ നീക്കി അവൻ്റെ CCTV നമുക്ക് എല്ലാമേ പാക്കല. ഞാൻ CCTV ഇരിക്കുന്നല്ല சொல்லுறது. ഞാൻ சொல்லுന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണ് എപ്പോഴുമേ നിന്റെ മേലിരിക്കെ, അവൻ നിന്നെ பார்த்துக்கொண்டே ഇരിക്കുമ്പോൾ നീ എപ്പടി തപ്പ് പണിടും. അതേ മാതിരി ആണ്ടവരുടെ മുമ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് പർവായില്ല. നീ മനുഷ്യനെ നീ സേവ ചെയ്യുക, പർവായില്ല. പക്ഷേ നീ ആണ്ടവർക്ക് സേവ ചെയ്യുന്ന മാതിരി നീ എന്നെ പണണം, മനുഷ്യനും നീ സേവ പണണം. അതാണ് നമ്മൾ 6 വാക്യത്തിൽ നമ്മൾ വാസിച്ചത്. എന്നാൽ 7 വാക്യത്തിൽ എന്നാ എങ്കിൽ ചൊല്ലിക്ക്, മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോട് സേവിച്ചും കൊണ്ട് അനുസരിപ്പേൻ. ഇങ്ങ കൊഞ്ചം കൂടെ ആ വേർഡ് കൊഞ്ചം കൂടെ ക്ലിയർ ആക്കിയാച്ച്. ഞാനത് ഓൾറെഡി ചൊല്ലിയാച്ച്. എന്നാലും നിനക്ക് ആ വേർഡ് ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷിൽ എന്നെ വാസിക്കുന്നത്, വിത്ത് ഗുഡ് വിൽ ഡൂയിങ് സർവീസ് ആസ് ദ ലോർഡ് ആൻഡ് നോട്ട് ടു മാൻ. അതാണ് ഞാനിപ്പോൾ ചൊല്ല. നീ ചെയ്യുന്ന വേല നീ എന്നെ എപ്പടി വേല പണണം? ആണ്ടോർക്ക് ചെയ്യുന്ന മാതിരി. നീ ആണ്ടോർക്ക് ചെയ്യുമ്പോൾ നീ എപ്പടി വേല പണിടും? ഞാൻ ചൊല്ലില്ല, ഞാൻ നേരത്തെ കൊഞ്ചം മുന്നാടി ഞാൻ ചൊല്ലി, ആണ്ടവർക്ക് വേല പണുമ്പോൾ ആണ്ടോർ നിന്നെ பார்த்துக்கொண்டே അവന്റെ പക്കത്തിലെ ഇരുട്ടേ ഇല്ല, ഇരുട്ടേ കിടക്കാതെ. നീ ഇരുട്ടില്ല, നീ എന്നെ ചെയ്യുമ്പോൾ നീ എന്നെ വിശേഷം ആരുമേ പാക്കാതെ, അല്ലെങ്കിൽ നീ ഹൈഡ് പണി, അല്ലെങ്കിൽ നീ അത് ഒഴിച്ച് നീ പണ്ണുമ്പം നീ വിചാരിക്കും ആരുമേ കാണാതെ, ആരുമേ പാക്കാതെ, ഒന്നുമേ ആരുമേ അറിയാതെ. ആര് പാക്കുന്നത്? ആണ്ടവർ നിന്നെ பார்த்துக்கொண்டே നീ അവന്റെ മുമ്പിൽ നിനക്ക് ഒന്നുമേ ഒഴിച്ചു വെക്കാൻ പറ്റില്ല. അത് വെളിച്ചത്തിൽ ഇരിക്കുന്ന മാതിരി താൻ ഇരിക്കുന്നത്. അതുകൊണ്ട് നീ ரொம்ப കെയർഫുൾ ആയിരിക്കണം. നീ ജാഗ്രതയായിട്ടിരിക്കണം. നീ ആർക്ക് നീ വേല പണ്ണുക എന്നുള്ളത്. അത് നീ ആണ്ടവർക്ക് വേല ചെയ്യുന്ന മാതിരി താൻ നിനക്ക് എന്നെ പണണം? നിന്റെ യജമാനെ അല്ലെങ്കിൽ നീ എങ്കിൽ വേല പണ്ണുന്നോ അங்கே നീ വേല പണ്ണണം. പഴയ കാലത്തില് യജമാനും ദാസനും നമ്മൾ വാസിച്ചാച്ചേ, അല്ലെങ്കിൽ യജമാനും അടിമയെ നമ്മൾ വാസിച്ചാച്ചേ. ഇന്ന് യജമാൻ അടിമ അപ്പടി ഒന്നുമേ കിടക്കുക. നീ വേല പണ്ണുന്ന, അതായത് നീ ഒരു സർവൻറ്റ് അല്ലെങ്കിൽ നീ ഒരു വേലക്കാരൻ, അല്ലെങ്കിൽ നീ വേല ചെയ്യുമ്പോൾ നിനക്ക് കൂലി കിടക്കും. നീ ഓക്കെ ശരി, എനിക്ക് തന്ന കൂലിക്ക് താൻ ഞാൻ വേല പണ്ണുക, അതുകൊണ്ട് എനിക്ക് എല്ലാമേ ചെയ്യേണ്ട കാര്യമില്ല. അവനെനിക്ക് കൂലി കമ്മിയെ തന്ന എനിക്ക് $10 മണിക്കൂറിൽ $10 கிடைக்கணும், $10 கிடைக்கணும்னு நினைச்சு എനിക്ക് അവർ $5 താൻ തരുക. അതുകൊണ്ട് ഞാൻ എന്നെ പണ്ണുക, ഞാൻ പകുതി വേല പണ്ണു. അതായത് എനിക്ക് ഒരു ദിവസത്തെ ശമ്പളം 1200 രൂപ അല്ലെങ്കിൽ 1500 രൂപ എന്നെ നമ്മളെ അത് എനിക്ക് ഒരു മാസം അത് തരുന്നതിന് പകരം അവൻ എനിക്ക് തരുന്നത് 800 രൂപ തരുക. എന്നിട്ട് ഞാൻ 800 രൂപ തരുമ്പോൾ ഞാൻ എന്നാ പണണം? ഞാൻ പകുതി വേല പണിയാൽ മതി. എല്ലാവർക്കും 1600 രൂപ കൊടുക്കുമ്പോൾ എനിക്ക് 800 രൂപ താൻ തരുക.
അന്നേരം ഞാൻ അതുകൊണ്ട് എന്നെ பண்ணണം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വേല എന്നെ பண்ணணும், ഞാൻ കമ്മി பண்ணணும். അതായത് നമ്മൾ വിശ്വാസത്തോടെ വേല பண்ணணும். നിന്നോട് അവർ ചൊല്ലിയില്ല, നിന്നെ ഫോഴ്സ് പണിയില്ല, നീ 800 രൂപയ്ക്ക് തന്നെ വേല பண்ணணும். ഞാൻ 800 രൂപ തരുമെന്ന് ചൊല്ലി നീ എഗ്രി ആണോ ഇല്ലയോ എന്ന് നിന്നോട് കേട്ടിടും. നീ അത് വേല പണ്ണാൻ പറ്റുമോ ഇല്ലയോ എന്നോട് കേട്ടു. നീ അത് വേല പണ്ണാൻ പറ്റുമെന്ന് നീ ചൊല്ലിയാൽ അതിന് 800 രൂപ എനിക്ക് പരവായില്ല, എനിക്ക് പൈസയ്ക്ക് ரொம்ப നീടിരിക്കുക, ரொம்ப ആവശ്യം ഇരിക്കുക, അതുകൊണ്ട് ഞാൻ 800 രൂപയ്ക്ക് പണിടാം. ഓക്കെ, നീ 800 രൂപയ്ക്ക് പണ്ണുമ്പോൾ നിനക്കൊരു ദിവസക്കൂലി 800 രൂപ തന്നെങ്കിൽ, അയ്യോ എനിക്ക് 800 രൂപയെ കിടച്ചുള്ളൂ, അതുകൊണ്ട് ഞാൻ വേല പണില്ല, അതുകൊണ്ട് എനിക്ക് റെസ്റ്റ് പണ്ണാൻ പറ്റുമോ അത്രയും റെസ്റ്റ് എടുക്കുക. അല്ലെങ്കിൽ എല്ലാ 10 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കാൻ പോവുക, ഞാൻ ബാത്റൂമിൽ പോവുക, അല്ലെങ്കിൽ ഞാൻ തണ്ണി കുടിക്കാൻ പോവുക. അതായത് മറ്റുള്ളവരെ നീ കബളിപ്പിക്കുക, അല്ലെങ്കിൽ നീ മറ്റുള്ളവരെ അവരുടെ മുമ്പിൽ നീ ചൊല്ലുക, എനിക്ക് ആവശ്യം ഇരിക്കുക, അതുകൊണ്ട് തന്നെ നീ വിസാരിക്കണം. ഇത് ആര് പാക്കുത്? ആണ്ടോട് താൻ നിന്നെ പാക്കുത്. നിന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾക്ക് ആർക്ക് தெரியும்? ആണ്ടോർക്ക് ചെയ്യും. നീ എന്തുകൊണ്ട് അപ്പടി ചെയ്യുന്നത്? നീ അപ്പടി ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് ചൊല്ലിയാൽ എനിക്ക് ശമ്പളം കുറവ് കിടച്ചാച്ചേ, അതുകൊണ്ട് താൻ. അല്ലെങ്കിൽ ചൊല്ലുங்க, അവർ പാക്കാതെ, അതുകൊണ്ട് എനിക്ക് എന്നെ വേണമെങ്കിലും പണിടാം. ആര് പാക്കുതോ ഇല്ലയോ, നീ ഒരു കാര്യം നല്ലപോലെ വിശ്വസിച്ചിടുക, ആണ്ടോട് നിന്നെ പാക്കുത്. നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ ആണ്ടവരെ നീ സ്വന്തം രക്ഷിതാവായിട്ട് നീ സ്വീകരിച്ച, നീ ജ്ഞാനസ്ഥാനപ്പെട്ട, നീ ആണ്ടവരുടെ മകനായിരിക്കുമ്പോൾ നീ എങ്ങ് വേല പണിയാലും നീ എന്നെ പാക്കണം, എന്നെ വിസാരിക്കണം. നീ ആണ്ടോരുടെ മുമ്പിൽ താൻ നീ വേല പണുക. ആണ്ടോർ വചനത്തിൽ എന്നാ എഴുതിക്കേ? നിന്നെ പാത്തുകൊണ്ടേയിരിക്കേ. അവൻ ഉറങ്ങുന്നുമില്ല, അവൻ എപ്പോഴുമേ ഉറങ്ങാതെ ജാഗ്രത, അല്ലെങ്കിൽ എപ്പോഴുമേ ഉണർന്നിരുന്ന നിന്നെ പാത്തുകൊണ്ടേയിരിക്കുക. നീ നൈറ്റ് വേല പണിയാലും ഡേ വേല പണിയാലും അവൻ തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. അവൻ എപ്പോഴുമേ നിന്നെ പാത്തുകൊണ്ടിരിക്കുക. അന്നേരം അവൻ തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല എന്ന് ചൊല്ലിയാൽ എന്നാ? അവൻ 24 hours, അതായത് 24 മണിക്കൂറും നിന്നെ പാത്തുകൊണ്ടിരിക്കും. അന്നേരം നിന്നെ പാത്തുകൊണ്ടിരിക്കുമ്പോൾ നീ അപ്പടി ചെയ്യാൻ പറ്റും. നിന്റെ യജമാനൻ നിന്റെ മുമ്പിൽ ഇരുന്ന് അവൻ നിന്നെ പാത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ നീ വേല കമ്മി പണിടുവാ. ഓക്കെ ശരി, ഞാൻ அப்படி നിനക്ക് ഒരു ഗെയിം പണിടാം. നമുക്ക് കമ്പ്യൂട്ടറിൽ വേല, എല്ലാ IT ആൾക്കാരെല്ലാം കമ്പ്യൂട്ടറിലെല്ലാം വേല பண்ணுவோம். என்ன செய்ய ஆரும் இல்லைங்க, இது கம்ப்யூட்டர் இருந்தால் கம்ப்யூட்டர் கேம்ஸ் ப்ளே பண்ணுவோம். அது என்ன யாருக்கும் தெரியாது. ഞാൻ என்ன பண்ணுவேன், ഞാൻ എൻ്റെ വേല മുടിച്ചാச்சு, ഞാൻ എന്തിനാ ഇനിയും വേല பண்ணுவோம். അതേ എന്നാൽ നീ വിചാരിച്ചിട്ട് ഇത് എൻ്റെ വേല താൻ, ഇത് എൻ്റെ കമ്പനി താൻ, എനിക്ക് വേണ്ടി താൻ ഇത് വേല പണുക എന്ന് വിചാരിച്ച നീ വേല പണുമ്പോൾ ആണ്ടവർ നിന്നോട് നിനക്ക് ரொம்ப അനുഗ്രഹം തന്നു. ഞാൻ சின்ன പയ്യനായിരുന്നപ്പോൾ ഞാൻ ഒരു സ്റ്റോറി നിങ്ങളോട് ചൊല്ലിടാം. എനിക്ക് ടൈം ഇങ്ങനെ കിടക്കുമോ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അത് മുടിച്ചിടാം. ഞാൻ ഒരു ബാറ്ററി കമ്പനിയിൽ ഞാൻ വേല പണുക, ബാറ്ററി പണുന്ന കമ്പനിയിൽ. അന്നേരം എൻ്റെ അങ്കിളും ഞാനും ഒരേ കമ്പനിയിൽ വേല പണുക. അവന് രമ്പപ്പെടുത്തുന്ന എനിക്ക് പഠിത്തം തീരെ കമ്മിതാണ്. വേറെ ഞങ്ങൾ വേല പണുന്നത് നൈറ്റ് വേല താൻ, നൈറ്റ് ഡ്യൂട്ടി താൻ ഞാൻ വേല പണുന്നത്. അന്നേരം അവൻ എന്നാ പണം, അവന് എല്ലാ വേലയും മുടിച്ച് കഴിഞ്ഞ് ബാറ്ററി ചെക്കിങ്, അതിൻ്റെ ടെമ്പറേച്ചർ ചെക്കിങ് എല്ലാം ரொம்ப വേലയിരിക്കും. അതെല്ലാം മുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നത് കഴിഞ്ഞാൽ അവൻ തണ്ണി ഊറ്റി എല്ലായിടുമേ നല്ലപോലെ കഴുകിയിടും. ഞാൻ சொல்லும், അങ്കിൾ നീ ഇതെന്നാ പണുക, നമുക്ക് ചെയ്യേണ്ട വേല നമ്മൾ ചെയ്യുന്ന നീ ഇനി അതിന് എന്ത് തമ്പി നിനക്ക് தெரியுமா, ഇത് എൻ്റെ കമ്പനി താൻ, ഇത് എൻ്റെ കമ്പനി താൻ, ഞാൻ എൻ്റെ കമ്പനിക്ക് വേല പണു. അന്നേരം ഞാൻ എന്നാ പണണം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാമേ ചെയ്യണം. അന്നേരം ഞാൻ ചിന്ന പയ്യൻ, അവൻ മുമ്പിൽ ഞാൻ 5-6 വയസ്സിന് ഞാൻ ഇളയ താൻ, അന്നേരം എളുപ്പം താൻ ഇരിക്കുക. എന്നാലും ഞാൻ നീ എന്നാ പണുക, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ജോലി വേല താൻ.
രണ്ടുപേർക്കും സെയിം വില തന്നെ. എന്നാൽ അവൻ്റെ ടൈം മുടിഞ്ഞു കഴിയുമ്പോൾ, വേല എല്ലാം മുടിച്ചു കഴിയുമ്പം அங்கே எல்லாமே க்ளீன் பண்ணி அதை எல்லாமே தூத்து கூட்டி അല്ലെങ്കിൽ எல்லாமே வாரி கூட்டி അല്ലെങ്കിൽ സ്വീപ്പ് பண்ணி எல்லாமே க்ளீன் பண்ணி അതിന് അവൻ പണ്ണുമ്പോൾ ഞാൻ ചൊല്ലും, അയ്യോ അങ്ങളെ നീ പണ്ണാ ഞാനിവിടെ പണ്ണാം. അതല്ല, ഇത് എൻ്റെ പേരിലെ താൻ, ഇത് എൻ്റെ പേരിലെ താൻ, ഇത് എന്നെ ഞാൻ എന്നാ പണ്ണുവാ, ഞാൻ ആണ്ടോരുടെ മുമ്പിൽ താൻ വേൽപ്പം, ഞാൻ ആണ്ടോർക്ക് വിശ്വസ്തനായിരിക്കണം. இன்னைக்கு அவனை அப்படி வேலை பண்ணியோண்ட கம்பெனி அவனை பார்த்தாச்சு, அவனை பார்த்து அவனை மேனேஜர் பொசிஷன் கொடுத்தாச்சு. നീ பார்க்கணும், നീ വിചാരിക്കും ആരും നൈറ്റിൽ ആരും பார்க்கறதில்ல. ആ കമ്പനി അവനെ മാനേജർ പോസ്റ്റ് കൊടുത്ത ഇന്ന് പുള്ളി ഒരു ഗവൺമെൻറ് കമ്പനിയിലെ ഒരു മാനേജർ. അവൻ ഫസ്റ്റ് സെക്കൻഡ് ഇൻ ദ റൂട്ട്, അതായത് രണ്ടാമനാണ്. അതിന് കാരണം എന്നതാ, അവൻ വിശ്വസ്തനായിട്ട് വേല പണി. ഞാൻ അങ്ങേ கொஞ்ச നാൾ വേല പണി കഴിഞ്ഞിട്ട് ഇത് ரொம்ப കട്ടി എന്ന് ചൊല്ലി ഞാൻ അത് വിട്ടിട്ട് ഞാൻ വേറെ പോയാച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സാലറി ആയിരുന്നു, ഒരേ ശമ്പളമായിരുന്നു. അവന് എന്നെക്കാട്ടി 10 ഇരട്ടി അവന് ശമ്പളം കിടച്ചു. എന്തുകൊണ്ട്? അവൻ എന്നെ വിചാരിച്ചാച്ച് എപ്പോഴും சொல்ல, ഞാൻ ആണ്ടോർക്ക് വേല പണണം, ഇത് എൻ്റെ കമ്പനി தான், എനിക്ക് ആണ്ടോർക്ക് ചെയ്യുന്ന മാതിരി ഞാൻ വേല പണണം, എന്നാൽ മറ്റുമേ ആണ്ടോട് എന്നെ അനുഗ്രഹിച്ചുള്ളൂ. അതുകൊണ്ട് ഞാൻ ചൊല്ലും, നമ്മൾ ഇங்கே ഈ 7ാം വാക്യത്തിൽ നീ മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചോണം. അതായത് നീ വേല പണ്ണുന്ന ആർക്ക് വേണ്ടി? നീ മനുഷ്യനല്ല നീ വേല പണ്ണുന്നത്. ആർക്ക് വേല പണ്ണുവാ? കർത്താവിന്, അതായത് ആണ്ടവർക്ക് താൻ നീ വേല പണ്ണുവാ. നീ അപ്പടി വേല പണ്ണുവാന്നുണ്ടെങ്കിൽ ആരെ പാക്കാതെ നീ അതിനെപ്പറ്റി ആര് പാക്കുന്നോ ഇല്ലയോ നീ കവലപ്പെടാതെ. ആര് പാക്കത്? ആണ്ടോർ കവലപ്പെടും. ആണ്ടോർ നിന്നെ പാക്കും. ആണ്ടോർ നിന്നെ പാത്തു കഴിഞ്ഞാൽ ആണ്ടോർ നിനക്ക് കണ്ടിപ്പായി നിന്നെ അനുഗ്രഹിച്ചിടും. കാരണം അവൻ എന്നെ പാക്കത്, നിന്റെ ഹൃദയം താൻ പാക്കത്. നീ അത് സന്തോഷത്തോടാ ചെയ്തേ, അതല്ലെങ്കിൽ ദുഃഖത്തോടാ ചെയ്തേ. നമ്മൾ വേല പണ്ണുമ്പോൾ നമ്മൾ എന്നാ ചെയ്താലും നമ്മൾ ദൈവം നമ്മളെ പാക്കുന്നു എന്ന് നനച്ച് തന്നെ നമ്മൾ വേല പണ്ണണം. ഞാനിங்கே എൻ്റെ സമയം മുടിഞ്ഞാച്ച് ഞാൻ നിൽക്കുക. എൻ്റെ നമ്പർ 9791843308. അതുതാണ് എൻ്റെ നമ്പർ. എപ്പോഴെങ്കിലും എന്നെ കൂപ്പിടണമെങ്കിൽ എന്നെ കൂപ്പിടുക. ഞാൻ ചൊല്ലിയത് നിങ്ങൾ ഏത് സ്ഥാനത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ അത് നീ കവലപ്പെടാതെ. നിനക്ക് എന്നെ വേല കിടച്ചാച്ചേ അത് നീ കവലപ്പെടാതെ. നീ വേല ചെയ്യുമ്പോൾ എന്നെ പറ്റും? ആണ്ടോർ നിന്നെ അനുഗ്രഹിക്കും. യജമാനൻ നിനക്ക് അനുഗ്രഹിച്ചില്ലെങ്കിൽ ആരനുഗ്രഹിച്ചിട്ടും ആണ്ടോർ നിന്നെ അനുഗ്രഹിച്ചു. ആണ്ടോടെ നാം മഹിമപ്പെടുമാറാട്ടെ. നമുക്ക് പിന്നെ പാക്കലാം.